സൗദി അറേബ്യ, തുർക്കി, ഈ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇസ്ലാമിക് നാറ്റോ ഉണ്ടാകുന്നു. ആരെ എതിർക്കാനാണ് ഉണ്ടാകുന്നത്? ഇനി അത് അറിയണം, ആർക്കെതിരായാണ് അവർ സംഘടിക്കുന്നത്? ഒരു ശത്രു വേണമല്ലോ. അവരുടെ പൊതുശത്രു ഇപ്പം പൊതുശത്രു എന്ന് പറഞ്ഞാൽ അവർക്കില്ല. ഓരോ രാജ്യങ്ങൾക്കും 3 രാജ്യങ്ങളും വ്യത്യസ്ത ശത്രുക്കളാണ് ഉള്ളത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സൗദിയുടെ ശത്രു പശ്ചിമേഷ്യയിലാണ് അവരുള്ളത്. രാജ്യത്തിന്റെ പേര് പറ. അതന്നെ അതിലോട്ട് തന്നെ വരുന്നത്. കുറച്ച് കാമായിരിക്കാം. പറയുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവരുടെ ഈ പറഞ്ഞ പോലെ പശ്ചിമേഷ്യയിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് സൗദി അറേബ്യ. അവരുടെ മെയിൻ ശത്രു എന്ന് പറയുന്നത് നിലവിൽ അവർക്കുള്ളത് അത് ഇറാനെ കൊണ്ടാണ് പൊറുതിമുട്ടിയിരിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ അവരുടെ വലിയ ശത്രു അവർക്കറിയാം, അത് ഇസ്രായേലാണ് എന്നുള്ളത്. അപ്പോൾ അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് 2 രാജ്യങ്ങളാണ്, ഇസ്രായേൽ അതുപോലെ തന്നെ ഇറാൻ. ഇനി രണ്ടാമത്തെ രാജ്യം ഞാൻ ഇടയ്ക്ക് ചോദിച്ചു പോകുന്നുണ്ടല്ലോ, സൗദിയുടെ മെയിൻ ശത്രു ഇസ്രായേലാണെന്നാണോ? ഇസ്രായേൽ, ഇറാൻ. നിലവിൽ ഇറാനാണ്, പക്ഷെ അവരുടെ ലോങ് ടേം വിഷണറി വെച്ച് നോക്കുമ്പോൾ അത് എക്കാലത്തും അത് ഇറാൻ തന്നെ, ഇസ്രായേൽ തന്നെയാണെന്നാണ് സൗദിയുടെ കാഴ്ചപ്പാട്. ഒരു ബോംബെങ്കിലും അല്ലെ ഒരു തർക്കത്തിൽ കിടക്കുന്ന ഇറാനെ സഹായിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനോ പാലസ്തീനെ സഹായിക്കാനോ കുറെ വിമാനങ്ങളെങ്കിലും അയച്ചു കൊടുക്കാൻ ഇല്ല, ഒറ്റ ഒന്നും പോയിട്ടില്ല. സൗദി കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് പല എഗ്രിമെൻറ്റുകളും വാക്കാൽ ഭയങ്കര വിപ്ലവം പറയും. ഇനി ഞാൻ ചെറിയ സർക്കാസ്റ്റിക്കായിട്ട് താങ്കളെ കാണിച്ചു എന്ന് തോന്നുന്നു. ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് 6 ദിവസത്തെ യുദ്ധത്തിന് വേണ്ടി എല്ലാ രാജ്യങ്ങളും കൂടെ, ജോർദാനും എല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്നൊരു കോമ്പിനേഷൻ ഉണ്ടാക്കി ആക്രമിക്കാൻ പോയി. ഓരോരുത്തരും അവരുടെ പട്ടാളത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒറ്റക്കൊറ്റയ്ക്ക് സംഘടിപ്പിക്കുക. കാരണം അത്രയ്ക്ക് യോജിപ്പേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഈ ജോർദാൻ രാജാവ് എല്ലാവരും നേരിട്ട് തന്നെ ലീഡ് ചെയ്യാമെന്ന് പറഞ്ഞു. മൊത്തം ഓരോരുത്തരും ജോർദാൻ രാജാവും പറഞ്ഞു, അഹമ്മദോ, അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി, ഹുസൈനും അഹമ്മദോ അങ്ങനെയാണ്. അപ്പോൾ അങ്ങേരും പറഞ്ഞു ഞാൻ ഫ്രണ്ടിൽ തന്നെ കാണും, ഞങ്ങളുടെ ജോർദാൻ ആർമിയുടെ ഫ്രണ്ടിൽ തന്നെ ഞാനും കാണുമെന്നുള്ളൊരു പട്ടാളക്കാർക്ക് ധൈര്യം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് സംഭവിച്ചത് എന്നാന്ന് പറഞ്ഞാൽ എല്ലാവരും പോയി കഴിഞ്ഞപ്പം വേറെ വിശ്വസ്തരായ സേവകർ എൻ്റെ ഇവിടെയൊക്കെ കുറേ മുറിവുണ്ടാക്കണം, ദേഹത്തൊക്കെ മുറിവുണ്ടാക്കി വെക്കണം, ഞാൻ യുദ്ധമുന്നണിയിൽ നിന്ന് വന്നതായിട്ട് പ്രചരിപ്പിക്കണം കേട്ടോ. ഒന്നും ഇതേ കലാപരിപാടി ആർക്കും വെരിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇയാൾ ചോരയൊക്കെ ഒലിപ്പിച്ച് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഇയാൾ നേരിട്ട് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞത്. ഇയാളും പോയിട്ടില്ല. ആ 100 പട്ടാളക്കാരെ പോയി അവർ ചാവുകയും ചെയ്തു. ഇതിൻ്റെ കൂടെ പങ്കാളിയാണെന്ന് പറയാം. അപ്പോൾ പലതും വാചകത്തിലേ ഉണ്ടോ, പ്രായോഗികമായിട്ട് വരികയില്ല. ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയായിട്ടുള്ള യുദ്ധത്തിൽ എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാന് പിന്തുണ കൊടുത്തിട്ടുണ്ട്, UN വരെ പിന്തുണ കൊടുത്തിട്ടുണ്ട്. പോയോ? പിന്നെ കരാറിൻ്റെ കാര്യം പറയുമ്പോൾ പരസ്പരം സഹായിക്കാവുന്ന കരാറിൻ്റെ കാര്യം പറയുമ്പോൾ ഇന്ത്യയും റഷ്യയായിട്ടൊരു കരാറുണ്ട്. ഇന്ത്യയെ ആക്രമിക്കുന്നവരെ ഞങ്ങളെ ആക്രമിച്ചായിട്ട് കരുതും. ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ആക്രമിച്ചാൽ ഞങ്ങളെ. ഇത് വാക്കുകൾ കൊണ്ട് പറയുന്നതാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അല്ലല്ല, അന്ന് ഇന്ദിരാഗാന്ധി അത് റിട്ടേൺ ആണ്. ഇന്ദിരാഗാന്ധി പെട്ടെന്ന് അവിടെ, കാരണം അമേരിക്ക എന്ത് കാരണം കൊണ്ട് ഇങ്ങോട്ട് വരും, തിരിച്ചടി ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായ സാഹചര്യമായിരുന്നു അത്. ആ സമയത്ത് ഇന്ദിരാഗാന്ധി നേരിട്ട് അവിടെ പോകുന്നു, സംസാരിക്കുന്നു, കാര്യങ്ങൾ ശരിയാക്കുന്നു. ആ ഒരു ഫോമിൽ അവർ ഒപ്പിടുന്നു. താൽക്കാലികമായിട്ട് ഇറാൻ ഈ പറഞ്ഞ പോലെ റഷ്യയോ ഇന്ത്യയോ ആരെങ്കിലും ആക്രമിച്ചാൽ അത് പൊതുശത്രുവായിട്ട് അവർ പരിഗണിക്കും എന്നുള്ള സാധനം. അപ്പോൾ ഇന്ത്യ അത് വന്നുകൊണ്ടാണ് മാത്രം അന്ന് പാകിസ്ഥാന്റെ 7ാം കപ്പൽ കൂടെ അമേരിക്ക തിരിച്ചു പോകേണ്ടി വന്നു. അവരും നമ്മളെ ആക്രമിക്കില്ല, അവരും പേടിപ്പിക്കാൻ വന്നേ ഉള്ളൂ. ഇതൊക്കെ സഹായിക്കാമെന്ന് പറയുള്ളന്നേ. വല്ല തോക്ക് കൊടുക്കും, വെടിയുണ്ട കൊടുക്കും. അതിനപ്പുറത്തേക്ക് ഫിസിക്കൽ ഇൻ്റർവെൻഷൻ ഉണ്ടാവില്ല. അത് അമേരിക്കയുടെ താല്പര്യം കേടുവരുമ്പോൾ മാത്രമേ ഫിസിക്കൽ ഇൻ്റർവെൻഷൻ ഉണ്ടാവുള്ളൂ. ഉണ്ടായിടത്തൊക്കെ തോറ്റു. വിയറ്റ്നാമിൽ തോറ്റോ? അമ്പേ പരാജയപ്പെട്ടു. ജപ്പാനെ എൻ്റെ അടുത്ത് ആദ്യം തോറ്റോ? ജപ്പാനിൽ പിടിച്ചു നിൽക്കാൻ കണ്ടില്ല എന്നാണ്. ജർമ്മനി തകർന്നതോടുകൂടിയാണ് ജപ്പാൻ തകർന്നത്. ജർമ്മനി ആദ്യം തന്നെ തോറ്റു. അതുകൊണ്ട് ജപ്പാൻ ഒറ്റപ്പെട്ടു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം കൂടെ, ഈ വംശീയമായിട്ട് ഇസ്ലാമിക് നേറ്റം എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. അമേരിക്കയെ തോൽപ്പിച്ചിരിക്കുന്ന രാജ്യങ്ങൾ, അമേരിക്ക മുട്ടുകുത്തിക്കാൻ നോക്കിയിരിക്കുന്ന, അമേരിക്ക തോൽക്കേണ്ടി പിന്നോട്ട് പോകേണ്ടി വന്ന അഫ്ഗാനിസ്ഥാൻ ഉണ്ട്. അതുകൂടാതെയുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ജപ്പാൻ ബോംബിട്ടു അമേരിക്കയെ, പേൾ ഹാർബറിൽ കൊണ്ട് ബോംബിട്ടു. സൈനിക താവളത്തിൽ ഇത് പറയുന്നത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നു എന്ന് പറയുന്നത് ഇറാൻ ബോംബ് ചെയ്യുന്നുണ്ട്. പേൾ ഹാർബറിൽ കൊണ്ട് അമേരിക്ക ബോംബിട്ടു ഇല്ലേ? അത് ബുദ്ധമത രാജ്യമാണ്. പിന്നെ രണ്ടാമത് വിയറ്റ്നാം ബുദ്ധമത രാജ്യമാണ്. പിന്നെ വേറെ ബുദ്ധമത രാജ്യങ്ങളുണ്ടായിരുന്നു, അതും ബുദ്ധമത രാജ്യമാണ്. കൊറിയ, നിങ്ങൾ ഇന്നലെ ഞാനും ഗൗതമായിട്ട് തർക്കിച്ച കാര്യമാണ്. കൊറിയൻ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് പിൻവാങ്ങേണ്ടി വന്നു. അമേരിക്കയുടെ ഏറ്റവും വലിയ ജനറൽമാർ, മക്കാർ എന്ന് പറഞ്ഞ ജനറൽ ഉണ്ടായിട്ട് പോലും യുദ്ധത്തിൽ, ഗറില്ല യുദ്ധത്തിൽ കൊറിയ സഹായിക്കാൻ ആരാ ഉണ്ടായിരുന്നറിയോ? ഉത്തര കൊറിയ സഹായിക്കാൻ ചൈനയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചൈനയായിട്ട് അത്ര നല്ല ബന്ധമല്ല, അവർ തമ്മിൽ തന്നെ യുദ്ധമായിട്ടുണ്ട്. വിയറ്റ്നാമിനെ സഹായിക്കാനും ചൈനയാണ് ഉണ്ടായിരുന്നത്. അവരും പരസ്പരം തെറ്റി. അമേരിക്കയുടെ ഇപ്പോൾ ഉത്തര കൊറിയ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ട് നിൽക്കുന്നു. അമേരിക്കൻ ജയിലിൽ എത്തിയിട്ടില്ല. ബാക്കി വിയറ്റ്നാം സ്ട്രോങ് ആണ്, ജപ്പാൻ സ്ട്രോങ് ആണ്.
അമേരിക്ക ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിരിക്കുന്ന രാജ്യം ജപ്പാനാണ്. പക്ഷേ ആ ജപ്പാൻ ഇന്ന് അമേരിക്കയുടെ ഏറ്റവും നല്ല സ്ട്രോങ് അലിയാണ്. ഇനി ഇന്ത്യ സെക്കുലർ രാജ്യമാണ്. ഈ പറയുന്ന ലോകത്ത് സെക്കുലർ രാജ്യങ്ങൾ വളരെ കുറവാണ്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ മതമില്ലാത്ത രാജ്യങ്ങളാണ് വളരെ. ഇപ്പോൾ ഇന്ത്യയെ സഹായിക്കാൻ ആരും കാണിയില്ല. ഇപ്പോൾ ഇസ്ലാമിക സംഘടിപ്പിക്കുന്നു, ക്രിസ്ത്യൻ രാജ്യങ്ങൾ സംഘടിക്കുന്നു. ഇന്ത്യക്കപ്പോൾ സംഘടിപ്പിക്കാൻ പറ്റുന്ന പശ്ചാത്തലമുള്ള രാജ്യങ്ങൾ ചൈന, ജപ്പാൻ തുടങ്ങി ഈ കളിയിൽ വരാത്ത ബുദ്ധമത രാജ്യങ്ങളാണ്. ചൈനയും ജപ്പാനും ഇന്ത്യയും കൂടെ ചേർന്നൊരു കോമ്പിനേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ നിൽക്കും. അപ്പോൾ ഇത് നമുക്ക് വികാരപരമായിട്ട് പല കാര്യങ്ങളും പറയാൻ ന്യായീകരണം കണ്ടെത്താനും പറ്റും. പക്ഷേ പ്രായോഗിക രംഗത്തേക്ക് വരുമ്പം ഇത് പലതും ഇന്ത്യക്ക് ചൈന തോൽപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഒന്ന് ആലോചിക്കും. രണ്ടും ബലാബലം നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. പരസ്പരം നശിപ്പിക്കാൻ പറ്റും, ജയിക്കാൻ പറ്റും. ഒരു ടീമിന് അങ്ങോട്ടും ജയിക്കാൻ പറ്റില്ല, പക്ഷേ രണ്ടുപേർക്കും അങ്ങോട്ടും നശിപ്പിക്കാം. ഇപ്പോഴും അരുണാചൽ പ്രദേശിൽ ഇപ്പോഴും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ സ്ഥലങ്ങൾ കുറേശ്ശെ പോകുന്നുണ്ട്. അതിനുവേണ്ടി കാശ് മുടക്കിയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ നമ്മൾ അതിന് പകരം എല്ലായിടത്തും അങ്ങോട്ട് പേരും കെട്ടിടങ്ങളുടെ പെയിൻറ്റ് വരെ മാറ്റിക്കൊണ്ടിരിക്കുക അരുണാചലിലെ പല സ്ഥലത്തും. അത് നാളെ ഒരു കോൺഫ്രണ്ടേഷനിലെത്തിയാൽ എവിടെ എത്തുമെന്നറിയാം. ഇപ്പോൾ 62 പോലെ ഒരു വാക്കോർ ആസാം തേസ്പൂർ വരെ വന്നു ചൈനീസ് പട്ടാളം. ഇപ്പോൾ വരാൻ പറ്റുമോ? അന്നത്തെ 62 യുദ്ധത്തിൽ അവിടം വരെ വന്നു ചൈനീസ് പട്ടാളം. നെഹ്റു ഒന്ന് റേഡിയോ കൂടെ പറഞ്ഞു, നിങ്ങൾ അവിടുന്ന് വിട്ടുപോരെ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. ഒരു പ്രധാനമന്ത്രിയുടെ ഏറ്റവും ദുർബലമായ അനൗൺസ്മെൻ്റ് ആയിരുന്നു. ഓടിക്കൊന്നു അവിടുന്ന്, ഓടിപ്പോക്കോളാൻ, നിങ്ങൾക്ക് രക്ഷപ്പെടാമെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. കൈയൊഴിയായി ഇത് ആസാമിൻ്റെയൊക്കെ ജനങ്ങളെ. അതാണ് നെഹ്റുവിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ സംഘടനകൾ കൊണ്ട് ഇന്ത്യക്കൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കും ഇതുപോലെ ഓപ്ഷൻ പുറത്ത് ഇഷ്ടം പോലെയുണ്ട്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇതിലിപ്പോൾ സാറ് ചോദിച്ചത് ഇതെങ്ങനെയാണ്. ഇപ്പം ഓരോ രാജ്യങ്ങൾക്കും ഓരോ ലക്ഷ്യങ്ങളാണ്. ഇപ്പോൾ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുമ്പോൾ നിലവിലത് ഇറാനാണ്. രണ്ടാമത്തെ ശത്രു അത് ദീർഘവീക്ഷണത്തിൽ നോക്കുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇസ്രായേലാണ്. അത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് മെയിൻ ലക്ഷ്യം അവർക്ക് ഇസ്രായേലും ഇറാനുമാണ്. രണ്ടാമത്തെ കാര്യം, തുർക്കിക്ക് ഇത് എങ്ങനെ വരുന്നു, ഇന്ത്യക്ക് എങ്ങനെ വരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ശത്രു ഇപ്പോൾ നിലവിലുള്ളത് പാകിസ്ഥാനാണ്. ഇവർ 3 പേരിൽ പാകിസ്ഥാനും അംഗമാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യ ഈ സാധനം വെച്ചോടുകൂടി. പക്ഷെ അത് പാകിസ്ഥാന് വെറും വ്യാമോഹം മാത്രമാണ്, നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. കാരണം ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തോടെ പാകിസ്ഥാൻ ഏറ്റുമുട്ടാൻ നടന്നത് സ്വപ്നത്തിൽ മാത്രം. അല്ല, അസീം മുനീറിന് പാകിസ്ഥാൻ ജനതയോടൊരു ന്യായീകരണം പറയുന്നത് നമ്മൾ ശക്തരായിരിക്കുന്നു, നമ്മൾ സ്ട്രോങ് ആയിരിക്കുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഒക്കുപ്പൈഡ് കാശ്മീരുണ്ട്, അവിടെ കലാപം നടക്കുക, ഭയങ്കരമായിട്ട് കലാപം നടക്കുക. അവിടെ മാത്രമല്ല, ബലൂചിസ്ഥാനിൽ പിന്നെ ഖൈബർ പഖ്തൂണിലൊക്കെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രക്ഷോഭങ്ങൾ പാകിസ്ഥാനെ ഞങ്ങൾ സ്ട്രോങ് ആണ്, ഞങ്ങളെ സഹായിക്കാൻ വേറെ നാളെ ബലൂചിസ്ഥാൻ ഒരു രാജ്യമായിട്ട് ഡിക്ലെയർ ചെയ്ത് ചെയ്യാൻ. ഈ ഓഗസ്റ്റ് 11 പ്രലൂചിസ്ഥാൻ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത്. ഇനി മുതൽ ഒരു പ്രഖ്യാപിച്ചു. ഇന്ന് ഓഗസ്റ്റ് 15. അവർ 4 ദിവസം മുമ്പാണ് അവർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. പുതിയ പതാക വന്നു. ഓരോ വീടിന്റെ മുകളിലും അവരുടെ പതാക വെക്കണം. ഓരോ കുട്ടികളും സത്യപ്രതിജ്ഞ ചെയ്യണം. അവരുടെ ആർമി ഉണ്ടാക്കി അതായത് പാകിസ്ഥാന്റെ 45% ഭൂമി ഖനനം. അതെ, ഏറ്റവും കൂടുതൽ അവരുടെ ഫണ്ട്, അവരുടെ സ്രോതസ്, സാമ്പത്തിക സ്രോതസ് എന്നറിയപ്പെടുന്നത് ഈ പറഞ്ഞ പോലെ ബലൂചിസ്ഥാനാണ്. ആ ബലൂചിസ്ഥാൻ ഒരു രാജ്യമായി പോകുന്നു എന്ന് അറിയപ്പെടുമ്പോൾ അത് പാകിസ്ഥാൻ അവരുടെ സ്വന്തം കാലം നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് എങ്ങനെയെങ്കിലും ഇന്ത്യ ബലൂചിസ്ഥാന്റെ പ്രഖ്യാപനത്തെ സായുധ ശക്തി ഉപയോഗിച്ച് പാകിസ്ഥാൻ തടയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന്, അവിടെ ഇന്ത്യക്ക് ഇടപെടാനൊരു അവസരം ഉണ്ടാകുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നാളെ ഒരു കോൺഫെഡറേഷൻ പോലെ ബലൂചിസ്ഥാനും പാകിസ്ഥാനും കൂടെ ഒരുമിച്ചാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് വേറൊരു തലത്തിൽ. അപ്പോൾ അതിനകത്ത് പാകിസ്ഥാൻ എല്ലാവർക്കും പറ്റും. നമ്മൾ ഇന്ത്യ എത്ര സ്റ്റേറ്റ് കൂടിയിട്ടാണ് ഇന്ത്യ ആയിരിക്കുന്നില്ലേ, ഒരു ബന്ധമില്ലാത്ത സ്റ്റേറ്റുകളാണ് കൂടിയിരിക്കുന്നത്. ഭാഷ എല്ലാം വ്യത്യാസമുള്ളവർ കൂടിയിട്ടുണ്ട്. അതുപോലെ ഈ രാജ്യങ്ങൾ ചേർന്നൊരു കോൺഫെഡറേഷനാക്കി പാകിസ്ഥാൻ യൂണിഫൈഡ് പാകിസ്ഥാനാവും, ഒറ്റ കോൺഫെഡറേഷൻ. ഇവൻ ബംഗ്ലാദേശ് പോലും അതിനകത്ത് വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഒരു ലൈനിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ പാകിസ്ഥാനും ബലൂചിസ്ഥാനെ വേണം ഒറ്റയടിക്ക് ഇന്ന് വേണം തോൽപ്പിക്കാം. പക്ഷെ തുടർച്ചയായിട്ടൊരു ഗറില്ല യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഇടപാട് തീരും, എവിടെയൊക്കെ പോകും. അപ്പോൾ ഇത് ഈ പട്ടാള കൂട്ടുകെട്ടുകൾ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരുത്തന് കരുത്തുണ്ടെങ്കിൽ അവൻ്റെ നിയന്ത്രണത്തിൽ പോകാമെന്നുള്ളത് വേറെ യാതൊരു. ഇപ്പോൾ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ ബ്രിട്ടൻ വരെ നിൽക്കേണ്ടി വരുന്നതുകൊണ്ടാണ്, ഫ്രാൻസ് വരെ നിൽക്കേണ്ടി വരുന്നത്. അവരെക്കാൾ ശക്തി അമേരിക്കയ്ക്ക് ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഇത്തരം മുന്നണികളും ഉണ്ടായി ലോകം പിന്നെയും സംഘർഷത്തിലേക്ക് പോവുക. അവിടെ ചിരിക്കുന്നത് അമേരിക്ക. അമേരിക്കയുടെ ആദ്യം തൊട്ടേ പറയുന്ന കാര്യം കച്ചവടം എന്നുള്ള ആ ഒരു വാക്ക് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഈ യുദ്ധങ്ങളുടെ സാഹചര്യങ്ങൾ എവിടെയെല്ലാം ഉണ്ടാകുന്നോ അവിടെയെല്ലാം അമേരിക്ക എന്തെല്ലാം ചെയ്യുമോ അത് മുഴുവൻ ചെയ്യും. പുറമേ സമാധാനം. എന്തായാലും എനിക്ക് തോന്നുന്നു ഇസ്ലാമിക് നാറ്റോ പേരിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷേ അവർക്ക് പറഞ്ഞ പോലെ ഇറാനൊക്കെ ആക്രമിക്കാൻ ഈ സാധനം ഉപകാരപ്പെടുമായിരിക്കും. കാരണം തുർക്കിയും പാകിസ്ഥാനും എല്ലാവരും പാടെ ഒരുമിച്ച് കൂടി ഇതിൽ തന്നെ പാകിസ്ഥാന് ഇരട്ട നിലപാടാണുള്ളത്. കാരണം ഒരു വശത്ത് ഇറാനെ അനുകൂലിച്ച് ഇറാന് വേണ്ടിയുള്ള കാര്യങ്ങൾ പാകിസ്ഥാനോട് സംസാരിക്കുന്നു, മറുവശത്ത് ഈ പറഞ്ഞ പോലെ സൗദി അറേബ്യയുമായിട്ടൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നു. അല്ല, അത് ഇനി പാകിസ്ഥാൻ തന്നെ അനുഭവമാണല്ലോ. പാകിസ്ഥാൻ 2 പ്രധാനപ്പെട്ട നാറ്റോയിലുണ്ടെന്ന് എനിക്കറിയത്തില്ല. പാകിസ്ഥാൻ സെൻഡോയിലുണ്ട്.
ഇതുപോലെ തന്നെ നാറ്റോയ്ക്ക് പോലെ തന്നെ സെൻഡോ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ തന്നെ വേറൊരു സൈന്യസൊക്കെ ഉണ്ട്, അതിനകത്തൊക്കെ കിട്ടും. അപ്പോൾ ആ പാകിസ്ഥാനുണ്ട്. പക്ഷേ പാകിസ്ഥാനും ഇന്ത്യയായിട്ട് യുദ്ധമുണ്ടായപ്പോൾ ആരും പാകിസ്ഥാനെ സഹായിക്കാൻ വന്നില്ലല്ലോ. ഇന്ത്യ വരാത്ത ഒരു മുസ്ലിം രാജ്യം വന്നോ? അതാരും വന്നിട്ടില്ല. ആരും വന്നിട്ടില്ല. നാസറൊക്കെ നമ്മുടെ കൂടെ നിൽക്കുക ചെയ്തേ. പല സമയത്ത് സുയസ് കനാൽ ദേശവൽക്കരണ സമയത്ത് നമ്മുടെ ഗോവയിലേക്ക് വരുന്ന ബ്രിട്ടീഷ് പട്ടാളം നിന്നുപോയി, പോർച്ചുഗീസുകാരുടെ പട്ടാളം നിന്നുപോയി. അടുത്ത വീട്ടില്ല നാസർ. ഇന്ത്യ അന്ന് രക്ഷപ്പെടുത്തിയ നാസറാണ്, ഈജിപ്തിൻ്റെ നാസർ. സുയസ് കനാൽ ബ്ലോക്ക് ചെയ്തു. ഇതൊക്കെ ചരിത്രത്തിൽ അങ്ങനത്തെ ഒത്തിരി പാഠങ്ങളുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് ഒരു പൗരോഹിത്യത്തിൻ്റെ കെയർ ഓഫിൽ രാജ്യങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുത്ത് തങ്ങളുടെ നിയന്ത്രണത്തിൽ ഇതെല്ലാം നടക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അത് ഹിന്ദുമതത്തിലുണ്ട്, ഇപ്പോൾ ഇവിടെയൊക്കെ അത് കയറി കൂടി വരുന്നുണ്ട്. പൗരോഹിത്യത്തിന് പ്രാധാന്യം കൊടുക്കുക. പൗരോഹിത്യം രാഷ്ട്രീയമായിട്ട് വലിയ ബന്ധമില്ല. അവർ ദൈവത്തെ അതല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങൾ ഒതുങ്ങി നിൽക്കാൻ തോന്നുന്നില്ലെങ്കിൽ അവരുടെ ആത്മീയ ശക്തി അല്ലെ ആ ശക്തി രാഷ്ട്രീയ രംഗത്ത് യുദ്ധരംഗത്തൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ സ്ഥിതി അവരത്രയാണ്. ഇപ്പോൾ ഇറാനിൽ തന്നെ അവർക്കറിയാമല്ലോ എത്ര പേരും മരിച്ചു, എത്ര പ്രധാനപ്പെട്ടവരും മരിച്ചു. എന്നിട്ടും ഞങ്ങൾ ഇനി യുദ്ധം ചെയ്യാൻ പോകാതെ ജയിക്കും എന്ന് പറയാനുള്ള ആ വങ്കത്തം, അത് ആത്മധൈര്യം എന്നുള്ളവരാണ് വങ്കത്തം എന്ന് പറയും. നമുക്ക് നാളെ സമയം നോക്കി അഴിക്കാം. സിംഹത്തിൻ്റെ ക്രൂരതയും കുറുക്കൻ്റെ കുശാഗ്രബുദ്ധിയും വേണമെന്നാണ് പറയുന്നത്. അല്ല, ഇറാൻ ഈ സാധനം മുമ്പേ അറിയാം. അവരെ എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധത്തിലോട്ട് അവർ കിടക്കുന്നുള്ളത്. അതിന് മുൻകൂട്ട് അവർ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ തട്ടായിട്ട് ഭൂമിക്ക് അടിയിൽ പോലും അവരുടെ മിസൈലുകൾ അവർ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് സാധനം വെച്ചിട്ടുള്ളത്. കാരണം അവർക്കറിയാം ഇന്നോ നാളെ തങ്ങൾ ആക്രമിക്കപ്പെടും. കാരണം ചുറ്റും ഈ സുന്നി രാജ്യങ്ങൾ തങ്ങളുടെ ശത്രുക്കളാണ്. അവർക്കറിയാം അവർ ഷിയാക്കളാണ്. തൊട്ടപ്പുറം 4 വാറിലെ സുന്നി വിഭാഗങ്ങളാണ്. മറ്റുകൂടാതെ ഇസ്രായേൽ അടക്കടക്കുന്നുണ്ട്, അതുവരെ ശത്രുവാണ്. അമേരിക്ക പൊതുശത്രുവാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ അവരൊറ്റപ്പെട്ട് കിടക്കുന്നത് അവർക്കറിയാം, അവരൊറ്റപ്പെടും എന്നുള്ള സാധനം. അതിന്റെ ഭാഗമായിട്ട് അവർ ഡു ഓർ ഡൈ. ഇറാനെ സംബന്ധിച്ച് അത്രേ ഉള്ളൂ. അല്ല, പക്ഷേ ഇറാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഇത് എന്നെ പർവ്വതത്തിൻ്റെ വലിയ പിക്സോ ഒരു പർവ്വതത്തിൻ്റെ ഏറ്റവും അടിയിലാണ് ഇത് സംഭവം നടക്കുന്നതെന്നും ഇസ്രായേലിനും അറിയാം. അത് കൃത്യമായിട്ട് അവിടെ എല്ലാ ഇസ്രായേലിൽ പെട്ട ആൾക്കാർ കയറി ഇറങ്ങി പരിശോധിച്ചെന്നാണ് പറഞ്ഞത്. ഇസ്രായേൽ തുടങ്ങിയപ്പോൾ അമേരിക്ക കൊടുത്ത ഉറപ്പ് എന്ന് പറയുന്നത് വെറും 2 ആഴ്ച, മാക്സിമം ഒരാഴ്ച മുതൽ 2 ആഴ്ച ഇസ്രായേൽ കൊടുത്ത് അമേരിക്ക കൊടുത്ത ഉറപ്പായിരുന്നത്. 2 ആഴ്ച കൂടി സാധനം തീരും എന്ന് പറഞ്ഞത് യുദ്ധം. പക്ഷെ ഇന്നിപ്പോ 6 മാസം നീളുമ്പോൾ എന്താ ഇസ്രായേൽ മനസ്സിലായി അവർ വിചാരിക്കുന്നതിനപ്പുറം ഇസ്രായേലിന് തീർക്കണം എന്നുണ്ടെങ്കിൽ അമേരിക്കക്ക് എങ്ങനെ പെട്ടെന്ന് തീർക്കണം എന്ന് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. അക്കാര്യത്തോട് എനിക്ക് വേറെ വിയോജിപ്പില്ല. കാരണം അമേരിക്ക ഈ സാധനം ഇപ്പം തീർത്ത് പോയാൽ മതി എന്നുള്ളതിലാണ്. കാരണം അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, രാഷ്ട്രീയപരമായിട്ട് സെനറ്റിലും സിൻഡിക്കേറ്റിലും അവർക്ക് തിരിച്ചടി ഉണ്ടാവുന്നുണ്ട്. വരുന്ന സെപ്റ്റംബറിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ അമേരിക്ക ഉണ്ടാവുകൊണ്ട് അമേരിക്കയുടെ ട്രംപിന്റെ പൊസിഷൻ വെള്ളത്തിലാണ്. അല്ല, ട്രംപ് എന്ന് പറയുമ്പോൾ ഭരിക്കുന്നത് ആരപ്പോൾ? അമേരിക്കയിൽ ഭരിക്കുന്നത് ട്രംപാണ്. സോ അമേരിക്കയെ സംബന്ധിച്ചോളം ട്രംപിനെ സംബന്ധിച്ച് യുദ്ധം അവസാനിപ്പിച്ച് പോകുക എന്നുള്ളതാണ്. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. അവർക്ക് അതാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ആവശ്യമുണ്ട്, പക്ഷേ ട്രംപിനെ യുദ്ധം തുടരുന്നതുകൊണ്ട് വലിയ നട്ടമൊന്നുമില്ല. അയാൾക്ക് കാശ് മാത്രം അങ്ങനെ ഒരു പേഴ്സണാലിറ്റി. അയാൾ അങ്ങനെ ഒരാളാണ്. അയാൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പോകുന്നത് മൊത്തം അമേരിക്കയുടെ പൈസയാണ്. അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചോളം യുദ്ധം അവസാനിപ്പിക്കണം, പോകണം എന്നുള്ളത് തന്നെയാണ്. ശരി, നോക്കാം നമുക്ക് എവിടം വരെ എത്തുമെന്ന്. ശരി, എന്നാൽ.